നമസ്കാരം, എല്ലാവർക്കും കേരള റെസിപ്പിയിലേക്ക് സ്വാഗതം. ഞാൻ ബീന വിജയൻ. നമുക്കിന്ന് ഓണവിഭവമായ മത്തങ്ങ എരിശ്ശേരി ഇങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഇനി നമുക്ക് നല്ലൊരു എരിശ്ശേരി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഞാനിവിടെ മത്തങ്ങയും ചേനയും കപ്പയും പയറും വെച്ചിട്ടാണ് എരിശ്ശേരി ഉണ്ടാക്കുന്നത്. പലരും പല രീതിക്കാണ് ഉണ്ടാക്കുന്നത്. സാധാരണ ഓണവിഭവമായ എരിശ്ശേരിയിൽ ഇതുപോലെ കപ്പ ഇടാറില്ല. പക്ഷെ കപ്പ ഇട്ടുണ്ടാക്കുന്നത് വളരെ രുചിയാണ്. പിന്നെ ഇതിന്റെ ഒരു അളവെന്ന് പറയുന്നത്, ഇതിപ്പോ മത്തങ്ങയും കപ്പയും ഞാൻ ഏകദേശം ഒരേ അളവിൽ തന്നെ എടുത്തു. മത്തങ്ങയുടെ പകുതി ചേന എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ ബൗള് പയർ വേവിച്ചതും എടുത്തിട്ടുണ്ട്. ശരിക്കും മത്തങ്ങ എരിശ്ശേരിയുടെ അളവ് എന്ന് പറയുന്നത്, നമ്മൾ മത്തങ്ങ 1 കിലോ എടുക്കുകയാണെങ്കിൽ 1/2 കിലോ ചേന, 1/4 കിലോ ഏത്തക്ക, പിന്നെ പയറ് ഒരു കാണാൻ ഭംഗിക്കും എല്ലാം ആയിട്ടാണ്. അത് അവരുടെ ഇഷ്ടം പോലെ ഇടാം. അതാണ് കണക്ക്. ഞാനിവിടെ ഈ കപ്പയും കൂടെ ചേർത്തിട്ടുള്ളൊരു എരിശ്ശേരിയാണ്. ഇതിന് പ്രത്യേക ഒരു രുചിയാണ്. പിന്നെ ആവശ്യത്തിനുള്ള തേങ്ങ വറക്കാനും അരയ്ക്കാനും, പിന്നെ കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, 2-3 പച്ചമുളക്. എരിശ്ശേരിക്കൊന്നും അധികം എരിവിന്റെ ആവശ്യമില്ലല്ലോ. പിന്നെ കുറച്ച് ജീരകം വേണം. ജീരകം ഒരു കുക്കറിലേക്ക് നമ്മൾ എല്ലാ കഷ്ണങ്ങളും ഇട്ടു. പയറ് മാറ്റി വെച്ചിരിക്കുകയാണ്, വേവിച്ചതാണ്. കപ്പയും വേവിച്ചതാണ്, എന്നാൽ ഇതിന്റെ കൂടെ ഇട്ടിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ വീതം. അതിലേക്ക് നമ്മൾ 1 ഗ്ലാസ് വെള്ളം ഒഴിക്കുകയാണ്. ഇതിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഉപ്പിടുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. ഇതൊക്കെ പെട്ടെന്ന് ഉപ്പ് പിടിക്കുന്ന ഇതാണ്. പെട്ടെന്ന് ഉപ്പ് അധികമായി പോകും. അതുകൊണ്ട് ആദ്യം കുറച്ചിടുക. പിന്നീട് അതിലേക്ക് കുറച്ച് കറിവേപ്പില ഉലിയിടാം. ഇതൊന്ന് വേകുന്നവരെ 1-2 വിസിൽ കേൾക്കട്ടെ. ഈ സമയത്ത് നമുക്കൊരു അരപ്പുണ്ടാക്കണം. അതിലേക്ക് കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂണോളം ജീരകം, ചെറിയ സ്പൂണാണ് കേട്ടോ ഇത്. പിന്നെ അധികം എരിവില്ലാത്ത മുളകാണ്, അതുകൊണ്ട് 3 മുളക്, പച്ചമുളക് ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് 2-3 അല്ലി വെളുത്തുള്ളിയും കൂടി ഇടുന്നുണ്ട്. ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കട്ടെ. ഒരുപാട് അരയണ്ട. കുറച്ച് വെള്ളം ഒഴിച്ച് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇടാം കേട്ടോ. അതും കൂടെ ഇട്ട് ഇത് അരച്ചെടുക്കട്ടെ. നമ്മുടെ കുക്കർ 2 വിസിൽ കേട്ടു. ഇതിന്റെ ആവിയെല്ലാം പോയി. നമുക്കിത് തുറന്നു നോക്കാം. നല്ല രീതിയിൽ വെന്തിട്ടുണ്ട്. ഇതിനകത്ത് കുറച്ച് വെള്ളം കൂടി ഉണ്ട്. ഉടച്ചു കൊടുക്കാം. കുറച്ച് വെള്ളം കൂടെ ഉണ്ട്, അതും കൂടെ മറ്റിക്കോളും. ഒരുവിധം ഉടഞ്ഞിട്ടുണ്ട്. ഇതിന്റെ കൂടെ ഈ പയറും കൂടെ ഇടാം. ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന ഈ അരപ്പ് ചേർക്കുകയാണ്. ഇത് നല്ല രീതിയിലൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഈ സമയത്ത് ഇതിന് ഉപ്പൊക്കെ പാകമാണോന്ന് നോക്കാം. ഇനി ഇതിന് നല്ലൊരു വറകലിടാം. നമുക്കിനി ഈ എരിശ്ശേരിക്കൊരു വറകൽ വേണം. ഓയിൽ ഒഴിച്ചു, കടുകിട്ടു, അതുപോലെ തന്നെ 2 വറ്റൽമുളക്, കടുക് നല്ല രീതിയിൽ പൊട്ടി, കുറച്ച് കറിവേപ്പില ഇട്ടു. ഇതിലേക്ക് കുറച്ച് തേങ്ങ ഇടുകയാണ്. ഇതൊന്ന് വറുത്തെടുക്കണം, അതിന് വേണ്ടിയാണ്. നല്ല രീതിയിൽ വറുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഈ പാത്രത്തിലേക്ക് ഇട്ട് ഊറ്റിയെടുക്കാം. നമ്മുടെ നല്ലൊരു എരിശ്ശേരി റെഡി ആയിട്ടുണ്ട്. കുറച്ചും കൂടി ലൂസായിട്ടാണ് വേണ്ടെങ്കിൽ അരപ്പ് ചേർത്തപ്പോൾ കുറച്ചും കൂടി വെള്ളം ചേർത്ത് അരപ്പിന്റെ കൂടെ ഒഴിച്ചാൽ മതി. ഇത് നല്ലൊരു ടേസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്.
അങ്ങനെ നമ്മുടെ മത്തങ്ങ എരിശ്ശേരി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.